ഇപ്പോൾ സൂരജ് കമ്പനി സ്റ്റാഫല്ലേ. ദേവ ബിൽഡേഴ്സിൻ്റെ ഒരു സ്റ്റാഫിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് സൂരജ് യൂസ് ചെയ്യണം. ഒരു മടി അതിൽ വിചാരിക്കണ്ട. തിരക്കിനിടയിൽ ഞാനത് ശ്രദ്ധിക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് പ്രോപ്പർ വേയിൽ അതൊന്നും സൂരജിലേക്ക് എത്താതെ പോയത്. ഇന്ന് തന്നെ വണ്ടികൾ സൈറ്റിലെത്തും. പോരെ? ശരി, ആദർശേട്ടൻ പറയും പോലെ. ആ, എന്നാ വണ്ടി കയറ്, ഞങ്ങൾ സൈറ്റിൽ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ പൊയ്ക്കോളാം. എന്നെ ഡ്രോപ്പ് ചെയ്യാൻ അതിലേ ചുറ്റണ്ടേ? അതൊന്നും സാരമില്ല. സൂരജിനെ വിട്ടിട്ട് പോകാൻ ഇന്ന് ഞങ്ങൾക്ക് സമയമുണ്ട്. പിന്നെ സൈറ്റിലെ കുറച്ച് കാര്യങ്ങൾ സൂരജിനോട് സംസാരിക്കാനുണ്ട്. ആണോ? എന്നാൽ ഞാൻ വരാം. കയറ്. ഉച്ചക്കത്തേക്ക് എങ്ങനെയാ തന്നെ? അരിയിട്ടു. ഇനി കറികൾ എന്തെങ്കിലും ഉണ്ടാക്കണം. 2 ദിവസം മാറി നിന്നപ്പോ എല്ലാത്തിനും ഒരു താളം തെറ്റല്. ആദർശേട്ടന്റെ വീട്ടിലെ താമസമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ, വലിയ കുഴപ്പമില്ലായിരുന്നു. വലിയ വീട് സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. നമ്മളെയൊക്കെ പോലെ സ്നേഹവും അടുപ്പമൊക്കെ അവിടെ ഉള്ളവര് തമ്മിൽ കുറവാണെന്നാ എനിക്ക് തോന്നുന്നത്. അതെന്താ? പണം കൂടി പോയിന്റെ ആയിരിക്കും. അവർക്കെല്ലാം കമ്പനിയുടെ കാര്യങ്ങളും ആരാണ് വലിയവനെന്ന് തെളിയിക്കാനുള്ള ഓട്ടം ഒക്കെയാ. വെറുതെ ഓരോന്ന് പറയല്ലേ തന്നെ. ആദർശനെയും മാധവി മാഡത്തിനെയും നമുക്ക് നേരിട്ട് അറിയാവുന്നതല്ലേ. അവരൊന്നും അങ്ങനെയൊന്നും അല്ല. പുറമെ കാണുന്ന പോലെ അല്ലല്ലോ ആളുകളുടെ യഥാർത്ഥ സ്വഭാവം. വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോ മനുഷ്യനൊരു മുഖം മൂടിയെടുത്ത് മുഖത്ത് ഫിറ്റ് ചെയ്തിട്ടല്ലേ ഇറങ്ങുന്നേ. എന്തിനാ ധന്യേ വെറുതെ ഓരോരുത്തരെ കുറ്റം പറയുന്നേ? അവരെല്ലാം നമ്മളോട് എത്ര സ്നേഹത്തോടെ പെരുമാറിയത്. നമുക്കവിടെ ഒരു കുറവുണ്ടാവാതിരിക്കാൻ അവരുടെ കഴിവിന്റെ പരമാവധി അവർ ശ്രമിച്ചില്ലേ? അതൊന്നും അവര് ചെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മേ. അവരുടെ ആ വീട്ടിലെ ജീവിതത്തെ പറ്റിയല്ലേ ഞാൻ പറഞ്ഞത്. ഒരു ദിവസം അവിടുത്തെ പ്രശ്നങ്ങളെ പറ്റി ഹരി മനോജറിനോട് സംസാരിച്ചതല്ലേ. അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് ആ വീട്ടിലെ പ്രശ്നങ്ങളെന്ന് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതല്ലേ. എന്ത് പ്രശ്നം? അവിടത്തെ ഏറ്റവും വലിയ വിഷം ആ അഭിരാമിയ. അതിന് നിങ്ങൾ അവിടെ ചെന്നപ്പോൾ ഈ അഭിരാമി അവിടെ ഇല്ലായിരുന്നു എന്നല്ലേ പറഞ്ഞേ? ഭാര്യയും ഭർത്താവും ടൂറിന് പോയിരിക്കുമായിരുന്നില്ലേ? അതെ, അഭിരാമി അവിടെ ഇല്ലായിരുന്നെങ്കിലും ആവശ്യത്തിന് പ്രശ്നങ്ങൾ അവർ ഫോൺ ചെയ്ത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്തുവാ ധന്യ ഇത്? അല്ല മോനെ, ധന്യ പറയുന്നതില് കുറച്ച് കാര്യങ്ങളുണ്ട്. അഭിരാമിയുടെ കാര്യത്തിൽ ഹരി പറഞ്ഞതും ഇപ്പൊ ധന്യ പറഞ്ഞതും ഒക്കെ സത്യം തന്നെയാ. അവിടെ എന്തൊക്കെയോ ചെറിയ കല്ലുകടികളുണ്ട്. ചെറുതൊന്നുമല്ല. എനിക്ക് തോന്നുന്നതേ ആ സൂരജിനെ ദേവ ബിൽഡേഴ്സിൽ ജോലി കൊടുത്തില്ലേ, അതിന്റെ കാര്യത്തില് അഭിരാമിക്ക് വലിയ എതിർപ്പുണ്ടെന്നാ. അത് അമ്മയോട് ആര് പറഞ്ഞു? എന്നോടാരും പറഞ്ഞതല്ല. പക്ഷേ അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ അവനെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടൂ? അത്തരം പരിപാടികളല്ലേ കയ്യിലിരിക്കുന്നത്. ആ ബീനയുടെ എല്ലാ കുശുമ്പ് കള്ളത്തരവും ആ ചെറുക്കൻ അതേപോലെ കിട്ടിയിട്ടുണ്ട്. അവൻ കേറുന്ന സ്ഥലം മുടിയൊന്നും ഉറപ്പാ. അതിന്റെ ലക്ഷണം ഇപ്പൊ തന്നെ അവിടെ കാണാനുണ്ട്. അമ്മ എന്തിനാ ഈ ആവശ്യമില്ലാതെ ഓരോന്ന് പറയുന്ന? സൂരജ് അമ്മയോട് എന്താ ചെയ്തേ? ബീനാന്റിയോടുള്ള ദേഷ്യം എന്തിനാ സൂരജിനോട് തീർക്കുന്ന? നീ എന്തിനാ അവനെ ന്യായീകരിക്കുന്ന? നിന്റെ ആരും അല്ലല്ലോ അവൻ. ഞാൻ ആരെ ന്യായീകരിച്ചതല്ല. എന്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മോള് പറഞ്ഞതാ ശരി. സൂരജിന് പണ്ട് ഉഴപ്പൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാ. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ലെന്നാ ഹരി പറഞ്ഞത്. ഇപ്പൊ എല്ലാ കാര്യത്തിനും നല്ല ഉത്തരവാദിത്വമുണ്ട്. അത് ശരിയാ തന്നെ. ആൺകുട്ടികൾ അങ്ങനെയാ. ചെറിയ ചില ഉഴപ്പൊക്കെ കാണും. പക്ഷേ അവരത് സ്വയം മനസ്സിലാക്കി തിരുത്തുമ്പോ നമ്മൾ കൂടെ നിൽക്കുക വേണ്ടത്. ഓ ശരി, ഞാൻ തർക്കിക്കുന്നില്ല. കുറച്ചു നാൾ കഴിയുമ്പോ സത്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടോളൂ. ഇപ്പൊ തന്നെ മീരയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതിന്റെ കൂടെ സൂരജിന്റെ കാര്യം കൂടി ആവുമ്പോഴേ എല്ലാത്തിനും ഒരു തീരുമാനമായിക്കോളും.
അതുകൊണ്ടാ സൂരജിനെ നിയമിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നീ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ പറയാൻ പോയത്? ഞാൻ പറഞ്ഞത് ആദർശ് കേട്ടിരുന്നെങ്കിൽ ആ വീട്ടിലൊരു വഴക്കൊഴിവായേനെ. ഇതിപ്പോ അബിയുടെ നാത്തുമ്പോ ഒരു കൂടുകയേ ഉള്ളൂ. അമ്മേ, ധന്യ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല, സൂരജിന്റെ കാര്യം ധന്യ പറഞ്ഞിരുന്നു. പക്ഷെ ആദർശ് അത് കാര്യമൊക്കെ എടുത്തില്ല. അതുകൊണ്ടാ ഞാൻ അതിനെക്കുറിച്ച് നിന്നോട് പറയാതിരുന്നത്. ഇനി അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി. എന്നിട്ട് അമ്മയുടെ വായിന്ന് അറിയാതെ വീണുപോയത് കേട്ടില്ലേ? അതാണ് നമ്മൾ എന്ത് ചെയ്താലും മറ്റുള്ളവർ എങ്ങനെയെങ്കിലുമൊക്കെ അത് അറിയൂന്ന് പറയുന്നത്. ഞാനതിന് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ധന്യയുടെ വാക്ക് കേട്ടിട്ട് ആദർശ് സൂരജിന് ജോലി കൊടുക്കാതിരുന്നെങ്കിലേ അത് വലിയ കഷ്ടമായെന്നെ. ഒരു കഷ്ടവും ഇല്ല. ഇപ്പൊ അഭിരാമി അവിടെ വഴക്കുണ്ടാക്കുന്നതേ ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ എല്ലാരും അറിഞ്ഞത്. മീരയുടെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടം. എവിടെ ആയാലും അവളോട് പോരെടുക്കാൻ ആരെങ്കിലും ഉണ്ടാവും. എന്നാലും തന്നെ നീ എരുതിയിൽ എണ്ണൊഴിക്കാൻ ശ്രമിക്കണ്ട. മീരയ്ക്ക് എന്ത് പ്രശ്നം വന്നാലും അവളെ ഭഗവാൻ നോക്കിയോളൂ. അതെ, അത് സത്യമാണ്. ആ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളും പോരും ഉണ്ടായാലും ആദർശ് മീരയെ നന്നായി സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയത് ഭഗവാന്റെ കൃപ തന്നെയാ. എല്ലാ ആപത്തിൽ നിന്നും മീരയെ ഭഗവാൻ കാത്തോളൂ. എത്തിയോ? അല്ല, നിങ്ങളെന്താ പെട്ടെന്ന് വന്നത്? അതെന്താ, ഞങ്ങൾ തിരിച്ചു വരില്ലെന്നാണോ എല്ലാവരും കരുതിയത്? അതാണോ അബി ഞാൻ പറഞ്ഞത്? ഒരാഴ്ചത്തെ സമയം കൂടി നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ. എന്താ ട്രിപ്പ് പാതി വഴിയിലാക്കി വന്നത്? എന്താ വിഘ്നേഷ്, എന്താ സംഭവിച്ചത്? എനിക്കൊന്നും അറിയില്ല. എല്ലാവരും അമ്മയുടെ മകളുടെ തീരുമാനം. അബിയോട് ചോദിച്ചോ? നിങ്ങൾ രണ്ടാളും ഇങ്ങനെ മറുപടി പറഞ്ഞാൽ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? അമ്മ ഒന്നും മനസ്സിലാക്കണ്ട. പക്ഷേ എനിക്കെല്ലാം മനസ്സിലായി. എന്നാലും അമ്മ ഇതിനെല്ലാം കൂട്ടു നിൽക്കുമെന്ന് ഞാൻ കരുതിയില്ല. അബി, നീ കാര്യം തെളിച്ചു പറ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ. ഞങ്ങളെ ട്രിപ്പിന് പറഞ്ഞു വിട്ടത് മീരയുടെ ആൾക്കാർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? ഓ, അതാണോ കാര്യം? അത് കാര്യമല്ലേ? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ വീട്ടിലും കമ്പനിയിലും എല്ലാം അവളുടെ ആൾക്കാരാണല്ലോ. സൂരജ് കമ്പനിയിൽ ജോയിൻ ചെയ്തെന്ന് അറിഞ്ഞപ്പോ തൊട്ട് അബിക്ക് തിരിച്ചു പോരണമെന്നുള്ള വാശിയിലാണ്. ഞാൻ ഒരുപാട് നിർബന്ധിച്ച് പറഞ്ഞു ട്രിപ്പ് തീർന്നിട്ട് തിരിച്ചു പോയാൽ മതിയെന്ന്. പക്ഷെ കേൾക്കണ്ടേ? നിങ്ങൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാ അങ്ങനെയൊക്കെ പറയുന്നത്. നമ്മൾ എല്ലായിടത്തും കറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോഴേ ഇവിടെ കമ്പനിയൊന്നും ബാക്കി ഉണ്ടാവില്ല. എല്ലാം മീരയുടെ വീട്ടുകാർ കൊണ്ടുപോയി കഴിയും. എന്താ അബി, വന്ന ഉടനെ നീ വഴക്കിനുള്ള പുറപ്പാടാണോ? എനിക്കറിയില്ല ചേച്ചി, വന്നപ്പോഴേ എന്നോട് വരെ ദേഷ്യപ്പെടുക. ഞാൻ എന്ത് പറഞ്ഞാലും ആന്റിക്ക് കുറ്റമായേ തോന്നും. അത് ആന്റിയുടെ കുഴപ്പമൊന്നും അല്ല, മീരയുടെ മിടുക്ക. അവൾ ആന്റിയെ പറഞ്ഞു മയക്കി വെച്ചിരിക്കുവല്ലേ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ മയങ്ങി വീഴുന്ന ആളായിട്ടാണോ നീ എന്നെ കണ്ടിരിക്കുന്നത്? എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ ഏത് കാര്യത്തിനും ഒരാളുടെ ഒപ്പം നിൽക്കൂ. ആണോ? എങ്കിൽ ആന്റി പറ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് കമ്പനിയിൽ നിന്ന് ഇറക്കി വിട്ട ആളെ ഞാനില്ലാത്ത സമയം നോക്കി കമ്പനിയിൽ നിയമിച്ചത് ശരിയാണോ? മോളെ, നീ ആദർശിന്റെയും മീരയുടെയും സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിക്ക. ആദർശിനൊരു ആവശ്യം വന്നപ്പോ സഹായിച്ചതും കൂടെ നിന്നതും സൂരജാ. അത് നിനക്കറിയാലോ. അതിന് പ്രത്യുപകാരമായി സൂരജിനൊരു ജോലി കൊടുക്കുന്നതിന് എങ്ങനെ ആദർശിനെ കുറ്റം പറയാൻ പറ്റും? ഒരാൾക്ക് ഹെൽപ്പ് ചെയ്തിട്ട് അതിന് പ്രതിഫലം ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതും ശരിയാണെന്നാണോ ആന്റിയുടെ ഭാഗം? അങ്ങനെയല്ല അബി. പിന്നെ എങ്ങനെയാണ്? ആദർശന് ആ വൃത്തികെട്ടവന് പ്രതിഫലം കൊടുക്കാതെ സമാധാനം കിട്ടുകയില്ലെങ്കിൽ വല്ല നക്കാപ്പിച്ചയും കൊടുത്ത് ഒഴിവാക്കണം. അല്ലാതെ എനിക്കും കൂടി അവകാശപ്പെട്ട കമ്പനിയിൽ കയറ്റി പ്രതിഷ്ഠിക്കല്ല വേണ്ടത്. അബി, വേണ്ട. നീ ആന്റിയോടാണോ തർക്കുത്തരം പറയുന്നേ? സൂരജിന്റെ കാര്യം അറിഞ്ഞത് മുതല്
ഭ്രാന്ത് കയറിയതുപോലെ ഇവള് റിയാക്ട് ചെയ്യുന്ന. ഞാൻ എത്ര പറഞ്ഞിട്ട് ഇവള് അനുസരിച്ചില്ല. ഞാൻ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ ഇവള് തനിയെ പോന്നനെ. അതെ, മീരയുടെ വീട്ടുകാരെ അങ്ങനെ ഇവിടെ കയറി ഇറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ ആള് മിടിക്കുകയാണ്. നിങ്ങളെയൊക്കെ എങ്ങനെ പറ്റിക്കണമെന്ന് അവക്ക് നന്നായിട്ട് അറിയാം. ഒന്നും അറിയാത്ത പാവത്തെ പോലെ അഭിനയിച്ച് അവൾ ആദർശിനെ അവളുടെ അടിമയാക്കി മാറ്റി. ഇപ്പൊ ആദർശ് മീര കീ കൊടുക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പാവം മാത്രമാണ്. അബി, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. നിന്റെ ഇത്തരം സംസാരങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ആദർശിന്റെ ജീവിതത്തെ ബാധിച്ചാൽ പിന്നെ നീ ദുഃഖിക്കേണ്ടി വരും. ഞാൻ എന്തിനാ ദുഃഖിക്കുന്നത്? അവളുടെ മുത്തശ്ശിയും ആന്റിയും എന്തിനാ ഈ വീട്ടിൽ കൊണ്ട് നിർത്തിയത്? അതവർക്ക് സുഖമില്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. സുഖമില്ലാത്തവരെ എല്ലാം ഫ്രീ ആയി താമസിപ്പിക്കാൻ ഇതെന്താ ഗവൺമെന്റ് ഹോസ്പിറ്റലാണോ? അതൊന്നും അല്ല കാര്യം. ഏതെങ്കിലും ഒരു പേരില് അവളുടെ ആൾക്കാർ ഇവിടെ കയറ്റണം. ആദ്യം കുറച്ചു ദിവസത്തേക്ക്, പിന്നെ ആധിപത്യം സ്ഥാപിക്കാൻ. അവസാനം നമ്മൾ പുറത്താകുകയും ചെയ്യും. ഈ ഒട്ടകത്തിന് സ്ഥലം കൊടുക്കാന്ന് കേട്ടിട്ടില്ലേ? അതാവും അവസ്ഥ. അങ്ങനെയൊന്നുമില്ല. നീ വന്ന് ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആകെ, എന്നിട്ട് എന്തെങ്കിലും കഴിക്കേ. അമ്മ എന്റെ വാ അടപ്പിക്കാൻ നോക്കണ്ട. ബാക്കിയെല്ലാം ഞാൻ ക്ഷമിച്ചാലും സൂരജിന്റെ കാര്യം ഞാൻ ക്ഷമിക്കില്ല. ഞാൻ ഉള്ളിടത്തോളം അവന് നമ്മുടെ കമ്പനിയിൽ വാഴിക്കേയില്ല. വാ മനുഷ്യ ഇങ്ങോട്ട്. എന്ത് നോക്കി നിൽക്കുവാ? പുതിയ പ്രശ്നങ്ങൾ തുടങ്ങും. നീ സൂക്ഷിച്ചോ മാധവി. അഭിരാമി എന്താ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നത്? അറിയില്ല. അവിടുത്തെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കും തിരിച്ചു വന്നത്. കമ്പനിക്ക് വേണ്ടി എന്തൊക്കെയോ സാധനങ്ങൾ വിദേശത്തുനിന്ന് വാങ്ങാൻ പോയതാണെന്നാ സൂരജ് പറഞ്ഞത്. അതെ. പിന്നെ അവിടെ വരെ പോയത് കൊണ്ട് കുറച്ചു ദിവസം എല്ലാ സ്ഥലത്തും പോയി കറങ്ങിയിട്ടൊക്കെ വരുവുള്ളെന്നും പറഞ്ഞു. ഇതിപ്പോ ഇപ്പൊ പെട്ടെന്ന് തിരിച്ചു വന്നു എന്നും കേൾക്കുന്നു. ഇതൊക്കെ അവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഭിരാമി ഇല്ലാതിരുന്ന ദിവസങ്ങളില് സമാധാനം ഉണ്ടായിരുന്നു. സൂരജിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, മീരയ്ക്കും ആ അവസ്ഥ തന്നെയാ. ആ വീട്ടില് സമാധാനം കിട്ടണമെങ്കിൽ അഭിരാമി അവിടെ ഇല്ലാതിരിക്കണം. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാനോ തീരുമാനിക്കാനോ പറ്റില്ലല്ലോ. ശരിയാ, പക്ഷേ പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുകയും നമ്മുടെ അഭിപ്രായം പറയുകയും വേണം. കാരണം ഇത് മീരെ ബാധിക്കുന്ന കാര്യമാ. അതിലിടപെടാൻ അവര് നമ്മളെ ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും നമ്മൾ അവിടെ ചെന്ന് അവരുടെ ഫാമിലി മാറ്റേഴ്സിൽ ഇടപെടുന്നത് ശരിയല്ലല്ലോ. ഞാൻ എന്തു പറഞ്ഞാലും ഹരിയേട്ടൻ ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ അഭിരാമി അവിടുന്ന് ഓടിക്കാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ. നമുക്കൊരിക്കലും അങ്ങനെയൊന്നും പറയാനോ ചെയ്യാനോ സാധിക്കില്ല ബീനെ. ഹരിയേട്ട, ഇത് നമ്മുടെ മക്കളുടെ ജീവിതോ. നമ്മൾ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയാ, ശരിയല്ലേ? തീർച്ചയായും. ഞാൻ സന്ദീപേട്ട മരിച്ച ശേഷം ഇനിയൊരു വിവാഹം വേണ്ടാന്നും നല്ല നിലയിൽ സൂരജിനെ വളർത്തി വലുതാക്കി അവന് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണമെന്നുമാണ് കരുതിയിരുന്നത്. പക്ഷേ കുറച്ചുനാള് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, നമ്മുടെ സമൂഹത്തിൽ ഒരാൺതുണയില്ലാതെ ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സാമ്പത്തിക ഭദ്രതയും നല്ല ജോലിയും വേണം. എനിക്കതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഹരിയേട്ടന്റെ വിവാഹാലോചന വന്നപ്പോ വിവാഹത്തിന് തയ്യാറായത്. അതുപോലെ തന്നെയല്ലേ ഹരിയേട്ടന്റെ കാര്യവും. ജോലിയും മറ്റു കാര്യങ്ങളുമായിട്ട് ഹരിയേട്ടൻ പോയി കഴിഞ്ഞാ മീരെ നോക്കാൻ ഇവിടെ ആരും ഇല്ലായിരുന്നല്ലോ. ഒരു പെൺകുട്ടി വളർന്നു വരുന്നതിന്റെ ടെൻഷൻ വേറെ. ഇതെല്ലാം കാരണമല്ലേ ഹരിയേട്ടനും വിവാഹത്തിന് തയ്യാറായത്. അതെ. അപ്പോ നമ്മൾ രണ്ടുപേരും ജീവിച്ചതും ഇനി ജീവിക്കുന്നതും നമ്മുടെ മക്കൾക്ക് വേണ്ടി തന്നെയാ, അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു പ്രശ്നം വരുമ്പോ, അതായത് ഒരാൾ അവരുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോ നമ്മൾ അതിൽ ഇടപെടണം. നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ അത് തടയാൻ ശ്രമിക്കണം. ഞാൻ നേരത്തെ ആദർശിന്റെ വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോ ധന്യയുടെ കാര്യം പറഞ്ഞ് ഹരിയേട്ടൻ എന്നെ തടഞ്ഞു. ഇപ്പോ ധന്യ അവിടെ ഇല്ലല്ലോ. ഞാൻ 2 ദിവസം മീരയുടെ അടുത്ത് പോയി നിൽക്കാം. അഭിരാമി വഴക്കുണ്ടാക്കാൻ വരുന്നത് എനിക്കൊന്ന് കാണണമല്ലോ. ബീന അവിടെ പോകുന്നത് പ്രശ്നം പരിഹരിക്കാനാണോ അതോ പ്രശ്നം ഉണ്ടാക്കാനാണോ?
ഹരിയേട്ട ശരിക്കും ഈ കാലഘട്ടത്തിന് പറ്റിയ ആളല്ല. 10-60 വർഷങ്ങൾക്ക് മുൻപായിരുന്നെങ്കിൽ ഈ രീതിയൊക്കെ എല്ലാവരും അഭിനന്ദിച്ചേനെ. ഇപ്പൊ കാലം മാറി. ഇവിടെ പ്രതികരിക്കുന്നവർക്കേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. നമ്മൾ നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിക്കാനും എല്ലാവരെയും ബോധ്യപ്പെടുത്തി ജീവിക്കാനും ഒക്കെ ശ്രമിച്ച വരുന്നവരും പോകുന്നവരും ഒക്കെ തലയിൽ കയറി നിരങ്ങും. അല്ലാതെ എന്തു പറയാനാ? അഭിയേച്ചി വന്നല്ലേ അമ്മേ? വന്നു. അവരെന്താ നേരത്തെ വന്നത്? ഇനിയും 3-4 ദിവസം കൂടി ബുക്കിംഗ് ഉണ്ടായിരുന്നല്ലോ. ഞാൻ നേരത്തെ വന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? എനിക്കെന്തോ ബുദ്ധിമുട്ട്? അല്ല, നിന്റെയും ഭാര്യയുടെയും പ്ലാനിങ് എന്തെങ്കിലും നടക്കാതെ പോയോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. എന്ത് പ്ലാനിങ്? യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അഭിചേച്ചി? ഞങ്ങൾ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് നീയൊക്കെ ഇവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ യാത്രയ്ക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ആദർശേ, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ അത് എന്നോട് നേരിട്ട് പറയണമായിരുന്നു. അത് ചെയ്യാതെ ഞാനും വിഘ്നേഷ് ചേട്ടനും ഇവിടുന്ന് മാറി താമസിക്കണമെന്ന് അമ്മയെ കൊണ്ട് പറയിപ്പിച്ചത് എന്തിനാ? അഭി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനിനി ഹൈഡ് ചെയ്ത് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ വീട്ടിലെ സ്വസ്ഥതയും സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്റെ വിവാഹം കഴിഞ്ഞ ശേഷം അഭി ഇവിടെ ഇല്ലാതിരുന്ന ദിവസങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ സ്വൈര്യമായിട്ട് ജീവിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ പറയണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞത്. അങ്ങനെ നീ പറയുമ്പോ പോവാനും വരാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അമ്മ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ വീടിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഇവിടെ വന്ന് താമസിച്ചത്. അല്ലെങ്കിൽ ഒരു വാടക വീടെടുത്ത് അവിടെ ഞങ്ങൾ താമസിക്കാറുന്നുള്ളൂ. വീട്ടിലെ വർക്ക് തീർന്നു കഴിഞ്ഞപ്പോ തിരികെ വിടാതെ പിടിച്ചു നിർത്തിയത് അമ്മ തന്നെയാ. അത് ശരിയാണ്. നിങ്ങൾ രണ്ടുപേരും എന്റെ അടുത്ത് തന്നെ വേണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞത്. ആ ആഗ്രഹത്തിന് ഇപ്പൊ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അമ്മ ഇപ്പോ ഇവന്റെ മുന്നിൽ വെച്ച് പറയണം. മക്കൾ അടുത്ത് വേണമെന്ന് ഏത് മാതാപിതാക്കൾ ആഗ്രഹിക്കും. പക്ഷെ അവർ തമ്മിൽ തല്ലി ജീവിക്കുന്നത് കാണാനല്ല, പരസ്പരം സ്നേഹിച്ച് ഒരുമയോടെ ജീവിക്കുന്നത് കാണാൻ മാത്രമേ താല്പര്യമുള്ളൂ. അപ്പൊ അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? ആദർശ് പറയുന്നത് പോലെ ഞാൻ പോകണമെന്നാണോ? നിന്നോട് ഇവിടുന്ന് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും വഴക്കുണ്ടാക്കാതെ സന്തോഷത്തോടെ ഇവിടെ ജീവിച്ചാൽ എന്താ? ഓക്കെ, അമ്മയ്ക്ക് ഞാൻ ഇവിടുന്ന് പോകണമെന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാണ്. ഇനി ഞാനും വിഘ്നേഷ് ഏട്ടനും എങ്ങോട്ടും പോകുന്നില്ല. ഞങ്ങളുടെ വീട് റെന്റിന് കൊടുക്കുക. ഞങ്ങൾ രണ്ടുപേരും ഇനി ഇവിടെ തന്നെയാണ് താമസിക്കാൻ പോകുന്നത്. എന്റെ അച്ഛനും അമ്മയും സമ്പാദിച്ച സ്വത്തുക്കൾ ഭാഗം വെക്കാത്ത സ്ഥിതിക്ക് നിനക്കുള്ളതുപോലെയുള്ള എല്ലാ അവകാശങ്ങളും തുല്യമായി എനിക്കുണ്ട്. അതുകൊണ്ട് നീ പറയുന്നത് അനുസരിക്കേണ്ട ഒരു കാര്യം തൽക്കാലം എനിക്കില്ല. എന്നെയും വിഘ്നേഷ് ചേട്ടനെയും വിദേശത്തേക്ക് പറഞ്ഞയച്ചത് ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഏതോ നിമിഷത്തിൽ തെറ്റിദ്ധരിക്കുകയും അത് അമ്മയോട് പറയുകയും ചെയ്തിരുന്നു. ഇതൊക്കെ നിന്റെ ബുദ്ധിയാണോ അതോ നിന്റെ ഭാര്യയുടെ ഉപദേശം കിട്ടി ചെയ്തതാണോ? ആവശ്യമില്ലാത്ത സംസാരങ്ങൾ വേണ്ട അഭി. ഞാൻ ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല. നിന്റെ വിവാഹം കഴിയുന്നത് വരെ ഈ രീതിയിലൊന്നും ആയിരുന്നില്ല നിന്റെ സ്വഭാവവും പെരുമാറ്റവും. വിവാഹശേഷം നിനക്ക് ഇത്രയും മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ നിന്റെ ജീവിതത്തിലേക്ക് പുതുതായി കടന്നു വന്നയാളുടെ ഇൻഫ്ലുവൻസ്, അതല്ലാതെ മറ്റെന്താണെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഓഫീസിൽ ജോലി കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചയച്ച ഇവളുടെ ബ്രദർ സൂരജിന് ഞാനില്ലാത്ത സമയം നോക്കി നീ പോസ്റ്റിംഗ് കൊടുത്തില്ലേ? അത് വിഘ്നേശ്വരൻ ചെയ്തിരുന്ന ജോലിക്കാണ് നീ അവനെ ആദ്യം നിയമിച്ചത്. അതിന്റെ അർത്ഥം എന്താ? അതിനങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. വിഘ്നേഷ് യാത്രയിലായിരുന്നതിനാൽ സൈറ്റിലെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണമായിരുന്നു. അതുകൊണ്ട് സൂരജിനെ അതിന് നിയമിച്ചെന്നുള്ളൂ. ജോലിയിൽ ഒരു മുൻപരിചയം ഇല്ലാത്ത ഒരാൾക്ക്
ആദ്യം കൊടുത്തത് വിഘ്നേഷേട്ടൻ ചെയ്തിരുന്ന ജോലി എന്നുവെച്ചാ അതിന് പ്രത്യേകിച്ച് ഒരു അറിവും കഴിവും വേണ്ടെന്നല്ലേ? ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ജോലിയാണെന്നല്ലേ? അതുപോലും വിഘ്നേഷ് മര്യാദയ്ക്ക് ചെയ്യാറില്ലല്ലോ. ഓഹോ, നിന്റെ സൂരജ് അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ? യെസ്, സൂരജിനെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ സൂരജിന് അറിയാം. അതങ്ങനെയല്ലെങ്കിൽ നീ അങ്ങനെയല്ലേ പറയൂ. എന്നെയും വിഘ്നേഷേട്ടനെയും മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചാക്കി കാണിക്കാൻ നിന്റെ ഭാര്യയുടെ ഉപദേശവും കേട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ചേച്ചി ഞാൻ നിർത്തടി. നിന്നോട് ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. നീ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ അഭിപ്രായം പറയാൻ വരണ്ട. മീര എന്റെ ഭാര്യയാണ്, ഈ കുടുംബത്തിന്റെ ഭാഗവുമാണ്. എനിക്കുള്ള എല്ലാ അവകാശങ്ങളും മീരയ്ക്ക് ഈ വീട്ടിലുണ്ട്. അതുകൊണ്ട് മീരയോട് സംസാരിക്കണ്ടെന്നൊന്നും അഭി പറയേണ്ട കാര്യമില്ല. നിന്റെ ഭാര്യ നിനക്ക് വലുതാണെങ്കിൽ എന്റെ ഭർത്താവ് എനിക്കും വലുതാ. വിഘ്നേഷേട്ടനെ മറ്റുള്ളവരുടെ മുന്നിൽ വില കുറച്ച് കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ നിമിഷം തന്നെ സൂരജിനെ ആ പോസ്റ്റിൽ നിന്ന് പറഞ്ഞു വിടണം.